അത് നിങ്ങൾക്കാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്. ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയായി? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുകയാണ്, മാധ്യമങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് എന്ന്. നിങ്ങൾ കുറച്ച് നിയന്ത്രണങ്ങൾ പാലിച്ചാൽ ഞങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന്. KPCC പ്രഖ്യാപിച്ച നിയന്ത്രണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ചർച്ച പാടില്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തരുത്, ആരും അത്തരമൊരു നീക്കം നടത്തരുത് എന്ന KPCCയുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളുടെ സൈബർ പടയും മുന്നോട്ട് പോകുന്നു. ദീപാദാസ് മുൻഷി, കേരളത്തിൻ്റെ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അന്ത്യശാസനം മുഴക്കി. പക്ഷേ അതിനും യാതൊരു വിലയും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കൊടുക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കളുടെ സൈബർ അണികൾ തങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തരം ഒരു പ്രചാരണവും നടത്താൻ പാടില്ല എന്ന്. തൊട്ടടുത്ത ദിവസവും അത് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ KPCC പ്രസിഡന്റിനോട് ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മാധ്യമങ്ങൾക്കാണ് നിയന്ത്രണം വേണ്ടത് എന്ന്. ഒന്നുകൂടി കേൾക്കാം. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഇങ്ങനെ സജീവമായി നടക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തി. പക്ഷെ എന്നാലും പലതരത്തിൽ ചർച്ചകൾ വീണ്ടും വരുന്നു, പരസ്യങ്ങൾ വരുന്നു. അത് നിങ്ങൾക്കാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്. നമ്മൾ പറഞ്ഞ നിയന്ത്രണം നിങ്ങളും കൂടെ അംഗീകരിച്ച പ്രശ്നം തീർന്നു. തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. ഒറ്റക്കെട്ടായി ടീം UDF ആയി മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെയാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞുകൊണ്ടിരുന്നത്. VD സതീശനാണ് പ്രതിപക്ഷ നേതാവാണ്, ടീം UDFന്റെ വക്താവ്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും, കോൺഗ്രസിൽ യാതൊരു പ്രശ്നവുമില്ല, UDFൽ യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ വോട്ടെടുപ്പിന് മുമ്പ് വരെ പറഞ്ഞ നേതാക്കൾ തന്നെയാണ് വോട്ടെടുപ്പിന് ശേഷം തമ്മിലടി തുടങ്ങിയത്. കാരണം ഇനി ജനങ്ങളെ പേടിക്കാനില്ല, വോട്ട് പെട്ടിയിലായി, ഫലം എന്തായാലും 4-ാം തീയതി അറിയാൻ കഴിയും. അത് UDFന് അനുകൂലമായാലും LDFന് അനുകൂലമായാലും ഇപ്പോൾ യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. UDFന് അനുകൂലമായാൽ UDFനെ മന്ത്രിസഭ രൂപീകരിക്കുമോ ഇല്ലയോ എന്ന് ഈ അടി കണ്ട് നമുക്കൊന്ന് തീരുമാനിക്കാം. വളരെ വൈകും. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ വലിയ പ്രയാസം തന്നെയായിരിക്കും എന്ന് ഇപ്പോഴേ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ UDFന് അനുകൂലമായി ലക്ഷക്കണക്കിന് പേർ വോട്ട് ചെയ്തിട്ടുണ്ടാകുമല്ലോ. ആ മനുഷ്യരെ മുഴുവൻ അപഹസിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ UDFന് വോട്ട് ചെയ്തവർ പറയുന്നുണ്ടാകും തെറ്റായിപ്പോയി എന്ന്. അത്തരമൊരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഇനി എങ്ങാനും അധികാരം കിട്ടിയാൽ UDF ജയിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. LDFനാണ് സാധ്യത എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ LDFനെ, പിണറായി വിജയനെ, CPIMനെ ഇന്നലെ വരെ രൂക്ഷമായി വിമർശിച്ചവർ ഇപ്പോൾ കളം മാറി ചവിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത്തരം പ്രസ്താവനകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്.